ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് കേവ് ലൈഫ് എപ്പിസോഡ് 3 or 4 എങ്ങാണ്ടാണ്, 3 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലെ എന്തൊക്കെ ചെയ്തു വെച്ചാൽ ഈ അടിയിൽ ഫുള്ള് ഞാൻ ഗ്രാസ് വെച്ചു. ആദ്യം ഡയറക്റ്റ് വെച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രാസ് ബ്ലോക്ക് വെച്ച് അത് ഫുള്ള് സ്പ്രെഡാക്കി. ഇപ്പോൾ അവിടെ ഫുള്ള് ഗ്രാസാണ്, കാണാൻ ഒരു വൃത്തിയുണ്ട്. മറ്റാകെ കേവ് ഇതൊക്കെ ആയിരുന്നു. ഇപ്പോൾ കൂടി ഇവിടെ ഇപ്പോൾ ഫുള്ള് സേഫാണ്. യെസ്, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് രണ്ട് കാര്യം വെച്ചാൽ, ഒരു കാര്യം മെയിനായിട്ട്, പിന്നെ അതിൻ്റെ ഒപ്പം കൂട്ടിയതാണ് നമുക്കൊരു ഫിഷിംഗ് ഫാം ഉണ്ടാക്കണം. ഫിഷിംഗ് ഫാം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബോൺവീൽ കിട്ടും. അത് നല്ല രീതിക്ക് ആവശ്യമുണ്ട്. വുഡൊക്കെ വളർന്നില്ലെങ്കിൽ വളർത്താൻ. പിന്നെ എൻചാൻമെൻറ്റ് ബുക്സും കിട്ടും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മറ്റ് വില്ലേജൊക്കെ ക്യൂർ ചെയ്തെടുക്കുന്ന ഒടുക്കത്തെ പണിയാണ്. പിന്നെ ചെയ്യേണ്ടതാണ് ഇവിടെ ഒരു ഇത് ഫുള്ള് വെട്ടി മാറ്റിയിട്ട് ഒരു പോണ്ട് ഉണ്ടാക്കണം. ഒരു ചെറിയൊരു റിവർ പോലെ അല്ല, ഒരു ചെറിയ പോണ്ട്. അവിടെ അങ്ങനെ കാണാൻ രസമില്ല. അപ്പോൾ അവിടെ പോണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഫിഷിംഗ് ഫാം ഉണ്ടാക്കാം ഓട്ടോമാറ്റിക്. നമുക്ക് അതൊരു അയൺ പിക്കാസ് ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ അയൺ പിക്കാസ് ഉണ്ടാക്കിയിട്ട് തന്നെ എൻ്റെ പകുതി അയൺ തീർന്നു. എൻ്റെ അടുത്ത് അയണില്ല. ഞാൻ വലിയ കേവ് മൈൻ ചെയ്യേണ്ടി വരും. അവിടെ ആണെങ്കിൽ ലൈറ്റൊന്നും ഞാൻ വെച്ചിട്ടില്ല. എനിക്കൊന്ന് നമ്മൾ ഏറ്റവും ഡയമണ്ട് വാങ്ങിച്ചിടണം, 3 ഡയമണ്ട്. എന്നിട്ട് അയൺ പിക്കാസ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് കൂട്ടി തുടങ്ങാം. കുറച്ചേറെ ടൈം എടുക്കും. അതിൻ്റെ അയണും കുറേ പോകും. അയൺ ചിലപ്പോൾ തീർന്നു, പിന്നെ മൈൻ ചെയ്യാൻ പോകേണ്ടി വരും ഫിഷിംഗ് ഫാം ഉണ്ടാക്കാൻ. വെയിറ്റേക്ക് സ്റ്റോൺ വേണം. ഇത് കോബിൾ സ്റ്റോൺ ആയിട്ട് വെയിറ്റേക്ക് സ്റ്റോൺ വേണം. അതിന് ഈ പെട്ടിക്കകത്ത് ഇവിടെ എങ്ങാണ്ടാണ്, ഇതാണ്ട് ഇവിടെയാണ്. ഓക്കെ, നമുക്കിനി ഇത് പോയി സ്മെൽറ്റ് ചെയ്തിട്ട് സ്റ്റോൺ ആക്കാം. ഓക്കെ, നമുക്കിനി സ്റ്റോൺ പൊട്ടിക്കുക. അവിടെ കോബിൾ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ട് ഒരു ടൈം ലെൻസ് കണ്ടുക. ഇവനെ കൊണ്ട് അടുപ്പിച്ചിട്ട് അടിച്ച് എനിക്ക് വയ്യ. അവൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്. ഞാൻ ഒഴുകി പോകാണല്ലോ. കുഞ്ഞിലെ കയറ പതുക്കെ. അതോടുന്നാ കറക്റ്റ് അതിൻ്റെ മീത് വന്നിട്ടുണ്ട്. ഞാൻ മര്യാദയ്ക്ക് അവിടെ പോക്കൊട്ടിച്ചിരുന്നു. അപ്പോൾ താണ്ട് വന്ന് മുന്നിൽ കയറി നിൽക്കുന്നു കുറേ നേരമായിട്ട്. ഞാൻ അടിക്കാതെ വിട്ടുമായിരുന്നു. ഞാൻ അത് പൊട്ടിക്കാൻ പറ്റുമോ കേട്ടാ? ഇനി എന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ അടിക്കത്തില്ലെന്ന് വിചാരിക്കണ ഒരടി അടിച്ചു. ഭാഗ്യം, ഒരടി അടിച്ച് ഞാൻ ചത്തിയിരുന്നു. ഞാൻ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇത് കുറച്ചും കൂടി പൊട്ടിക്കാണ്ട് ഫുള്ള് പൊട്ടിച്ചായിട്ട് കാണാൻ. ലെറ്റ്സ് ഗോ. ഫുള്ള് പൊട്ടിച്ചു. ഏകദേശം ഒരു 3 അയൺ പിക്കാസ് പൊട്ടി, പിന്നെ ഒരു സ്റ്റോൺ പിക്കാസും പൊട്ടി. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയതാണ്. ഇനി ബാക്കി അയൺ ഡോബിലും അറിയില്ലേക്ക് ഫിഷ് ഫാം ഉണ്ടാക്കാൻ. അതിന് കോപ്പറും പിന്നെ ഒരു അയൻ്റെ ട്രാപ്പ് ഡോറും വേണം. നമുക്കിവിടെ കുറച്ച് ഡയറക്റ്റ് എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. അവിടെ ഇനി ഡയറക്റ്റ് വയ്ക്കണം. ഓക്കെ, കുറച്ച് കിട്ടണം. ഇതുപോലെ ഫുള്ള് വയ്ക്കാൻ. അപ്പോൾ ഫുള്ള് വയ്ക്കണില്ല, അത് പോണ്ടായതുകൊണ്ട് കുറച്ചൊക്കെ സ്റ്റോൺ ഇരുന്നോട്ടെ. ഓക്കെ, എത്ര മതി. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ സൈഡിൽ നിന്ന് ഒരു പോണ്ട് റിവർ, ഒരു വെള്ളം ഒലിച്ചോറിന് ഒരാക്കാം റിവർ പോലെ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ ഫിഷ് ഫാം ഉണ്ടാക്കാം. അതിന് ചെറിയ 4-5 ബ്ലോക്ക് വേണ്ടി വരും. അത് കുറച്ച് സ്ഥലം മതി. ഇവിടെ ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ഞാൻ ഉണ്ടാക്കിയ ചിലപ്പോൾ കൊള്ളാവും. ഞാൻ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് നല്ല ഉണ്ടാക്കണം. ഇനി തൊട്ട് ഞാൻ ബിൽഡിങ്ങിൽ ട്യൂട്ടോറിയൽ നോക്കില്ല. ഫാം ഉണ്ടാക്കാൻ നമുക്ക് വായിക്കറിയില്ല. ഫാം അല്ലാതെ ബിൽഡൊന്നും ഞാൻ ട്യൂട്ടോറിയൽ നോക്കി ഇനി ഉണ്ടാക്കത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ തൽക്കാലം ഇത് ഏതെങ്കിലും ഒരു ഷേപ്പ് ആക്കട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, ഇത് മതിയായിരിക്കും. സ്റ്റെപ്പ് പോലെ ആയി ചെറുതായിട്ട്, എന്നാലും സീനില്ല. അത് എല്ലാം ഒരേപോലെ ഉണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്തിയാൽ മതി. ഏകദേശമൊക്കെയാണ്. കുറച്ച് വലിപ്പം കൂടി പോയതൊക്കെ. അത് നമുക്ക് മറ്റേ സ്ലാബൊക്കെ വെച്ച് സെറ്റാക്കാം എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഒക്കെ പൊട്ടിച്ച് നമുക്ക് സ്ലാബ് വയ്ക്കാം. ഓക്കെ, സ്ലാബ് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതോടെ ആക്കി. ഓക്കെ, ആൾമോസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന കഴിഞ്ഞാൽ പോയി വെള്ളം ഒഴിച്ചാൽ മതി. ഇനി അത് വെള്ളം എങ്ങനെ വരും നോക്കട്ടെ. അതാണ് ഫൈനലായി നോക്കേണ്ടത്. വലിയ കുഴപ്പമില്ല. ഉള്ളിൽ നിന്ന് ഇറങ്ങി വരണം പോലെ തോന്നുന്നത്. അതിന് അപ്പുറത്തെ സൈഡിലും എല്ലാ സൈഡിലും വെള്ളം ഒഴിച്ചിട്ട് എല്ലായിടത്തും കൂടി ഒഴിച്ചു വരണമല്ലാക്കണം. എനിക്ക് തോന്നണം അതിനെക്കാട്ടും നല്ലതാണ്. മറ്റു വെള്ളം കൂടിയിട്ടും കുറഞ്ഞിട്ടും പോലെ ആയിരിക്കും ഉള്ളിൽ. ഇത് വില്ലേജിൽ നിന്ന് എടുത്ത് വെറുതെ ഇല്ല. വില്ലേജിൽ നിന്ന് ഏതൊക്കെ വില്ലേജാണ് കണ്ടോ, അതിന്നൊക്കെ എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ ക്ഷാമമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒഴിച്ചൊരു പോണ്ട് പോലെ ആക്കാം. അടിക്ക് 2 ബ്ലോക്ക് ഇതാക്കിയിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിക്കുമ്പോൾ ഒരു ബ്ലോക്ക് മേതൊക്കെ കയറ്റിയിട്ടാക്കാം. കൊള്ളായിരിക്കും. അല്ലെങ്കിൽ ഞാൻ വെള്ളം എടുക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്കിവിടെ സ്ലാബ് വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടി നൈസായിരിക്കും. ഓക്കെ, തോന്നി. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ട് എങ്ങനെ വരണ്ടോ നോക്കാം.
അത് കൊള്ളാമെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഡെക്കറേഷൻ ചെയ്യാം, ലൈറ്റൊക്കെ വെച്ചിട്ട്. ഡെക്കറേഷൻ ചെയ്യാൻ ഒന്നുമില്ലല്ലോ എൻ്റെ അടുത്ത്, ഒന്നും. ഓക്കെ, എന്തായാലും വെള്ളം ഒഴിച്ച് ഇങ്ങനെ വരണം നോക്കട്ടെ, ഞാൻ പെട്ടെന്ന് നോക്കട്ടെ. ഓക്കെ. ഓ, ഇത് ഫുൾ ലെവലല്ലേ, അതിലും നമ്മൾ ഇനിയും വെള്ളം ഒഴിക്കണം. ഞാൻ വിചാരിച്ചു ഒറ്റയടിക്കല്ലേ ഫില്ലാന്ന്. ഞാൻ പോയി വെള്ളം എടുത്ത് വരട്ടെ, എന്നിട്ട് അവിടെ ഫുള്ള് വെള്ളം നിറയ്ക്കട്ടെ. ഓക്കെ, ഇതും കൂടി വെച്ചാൽ അവിടെ ഇൻഫിനിറ്റ് ആവും, പിന്നെ ഇത് ഫുള്ള് ഇവിടെ നിറയ്ക്കട്ടെ. ഓ, ഇത് നിറയ്ക്കട്ടെ. ഓക്കെ, ഫൈനൽ ലുക്ക് ഇതാണ് വെള്ളം ഒഴിച്ചതിൻ്റെ. വലിയ കുഴപ്പമില്ലാതെ മതി. ഫൈനലി നമ്മുടെ പോണ്ട് റെഡി ആയിരിക്കാണ്. ഓക്കെ, അവസാനം ലൈറ്റും കൂടി വെച്ചപ്പോൾ കൊള്ളാം കേട്ടോ. പിന്നെ ഷുഗർ കെയിൻ വെച്ചു, അത് ഫണ്ടാക്കാൻ ഉണ്ടായിരുന്നായിരുന്നു. ഇപ്പോൾ തൽക്കാലം അവിടെ ഇട്ടുന്നോട്ടെ. ഓക്കെ, അപ്പോൾ അവസാനം കൊള്ളാം നൈസാണ്. ഇനി നമുക്ക് ഫിഷ് ഫാം ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഈ പൊട്ടറ്റോ ഫുള്ള് പറിച്ചിട്ട് നടാം കേട്ടോ. ഇത് ഫുള്ള് വളർന്നു. ഇപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് വളർന്ന പോലെ. ഫുഡ് ഇപ്പോൾ അത്യാവശ്യത്തിനുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ചെയ്യാൻ വളർന്ന പോലെ. ഒരു ഫുഡും ഇല്ലാത്തപ്പോൾ പതുക്കെ വളരുന്നത്, എന്നിട്ട് ഞാൻ ഫുള്ള് ക്യാരറ്റായിരുന്നു. ഓക്കെ, ഞാൻ അത് ഫില്ലാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫിഷിംഗ് ഫാം ഉണ്ടാക്കാൻ മെയിനായിട്ട് കളക്ട് ചെയ്യേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ, ഒന്ന് നോട്ട് ബ്ലോക്ക് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്, അങ്ങനത്തെ എന്തോ ബ്ലോക്കാണ്. മ്യൂസിക് വരുന്ന ബ്ലോക്ക്, അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് എനിക്കറിയില്ല. പിന്നെ വേണ്ടൊരു ഫിഷിംഗ് റോഡാണ്, അതിൻ്റെ 2 സ്ട്രിങ് വേണം. അതിൻ്റെ അടുത്തുണ്ട് തോന്നുന്നു, എപ്പോഴും ഞാൻ 8 കാര്യമൊക്കെ ഒന്ന് എടുത്തിരുന്നു സ്പൈഡറിനെ. പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു കോപ്പർ വേണം, അതുണ്ടാക്കാൻ പറ്റിയ സംശയമാണ്. ഒരു അതിൻ്റെ ട്രാപ്പ് ഡോറും വേണം, അത് രണ്ടും വേണ്ടെങ്കിൽ അത് പറ്റും. ആദ്യം നമുക്ക് 4 ബ്ലോക്ക് കുഴിക്കണം. ഇനി ചെസ്റ്റ് വെക്കണം, അത് ഈ സൈഡിലായിരുന്നു. ഓക്കെ, നമുക്കിവിടെ 2 ചെസ്റ്റ് വെക്കണം. അതിൻ്റെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു ഓപ്പർ വേണം ആ ചെസ്റ്റിൽ കണക്ട് ചെയ്യാൻ വേണ്ടി. അതിന് മുമ്പ് മറ്റേ നോട്ട് ബ്ലോക്ക് വേണം. അതെനിക്ക് തോന്നുന്നു റെസ്റ്റോൺ വേണ്ടിയിരുന്നു. റെസ്റ്റോൺ എനിക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ട അറിയില്ല. റെസ്റ്റോണും പിന്നെ അയൺ എന്തൊക്കെ വേണം. ഓക്കെ, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അതിന് 8 വുഡിൻ്റെ പ്ലാങ്ക്സും പിന്നെ ഒരു റെസ്റ്റോണും വേണം. അതിൻ്റെ അടുത്തില്ല. അതിന് മൈൻ ചെയ്യാൻ അതിന് ഒരു റെസ്റ്റോൺ കൊണ്ട് പക്ഷേ ഈ ജമ്മത്ത് കിട്ടും തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, നമുക്ക് പേടിയൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോയി മൈൻ ചെയ്യാം, അത്രേ ഉള്ളൂ. എൻ്റെ അടുത്ത് അതിൻ്റെ ആർമർ പോലും ഇല്ല. അതൊക്കെ ഞാൻ പിക്കസ് ഉണ്ടാക്കി കളഞ്ഞ്. നമുക്ക് താഴത്തേക്ക് അടിക്കാൻ സീനില്ല, ആരും വരാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റർമാനിൻ്റെ ഇതൊക്കെ എടുത്ത് കൊണ്ട് വയ്ക്കണം. ഇതുണ്ടായി പൊട്ടിക്കാൻ പറ്റിയ സമയമാണ് അറിയില്ല. ബാക്കിൽ വല്ല ക്രീപ്പറൊന്ന് പൊട്ടിയാൽ തീരും. കോപ്പറിന് വേണ്ടിയിട്ട് പിക്കാസ് പൊട്ടി. ഞാനത് പൊട്ടി അതിൻ്റെ അയൺ പിക്കാസ് പോലും ഇല്ല, സ്റ്റോൺ പിക്കാസ് കൊണ്ട് പൊട്ടാലായിട്ട് റെസ്റ്റ് മൈൻ ചെയ്യാൻ പോവുക. ഓക്കെ, ഐ എം ബാക്ക്. എന്താ കയറുന്നു? ഓക്കെ, ഇനി ഒന്ന് നോക്കണ്ട, പോയേക്കാം. ഞാൻ പെട്ടെന്ന് താഴത്തേക്ക് പോവുകയാണ്. ആദ്യത്തെ ആളൊന്ന് അവനക്കൊന്ന് എന്തോ പോയത്തിന്. ഞാൻ താഴത്തേക്ക് വേണമെന്ന് നോക്കാതെ ചിലപ്പോൾ സോംബിടെ കൈ കൊണ്ട് വെച്ചാവും. ബേബി സോംബി ഇങ്ങനെ വന്ന് തീർത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ എന്തോ പോയത്തിന് രക്ഷപ്പെട്ട അവൻ്റെ ഇതിൻ്റെ അടിയിലോടെയൊക്കെ ഞാൻ മുങ്ങിച്ചാവും. ഞാൻ മീതെ പോട്ടെ. ഇതാണ് അവർ ലൈറ്റ്. അത് റെസ്റ്റോൺ അല്ല. കിട്ടി റെസ്റ്റും കിട്ടി. ഫൈനലി റെസ്റ്റും കിട്ടി. ഓക്കെ, ഒരെണ്ണം മതി. എന്നാലും പിന്നെ എപ്പോഴേലൊക്കെ ആവശ്യമുണ്ടാകും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ചെടുത്ത് പോയേക്കാം. ഓക്കെ, ഞാൻ മീതയ്ക്ക് കറക്റ്റാവും. ഇതാണ്ടേ, പ്ലീസ് കൊല്ലരുത്, ഇത്രയും കഷ്ടപ്പെട്ട് വന്നതാണ്. ചാവ്. ഓക്കെ, ഞാൻ അപ്പം ചാവും. ഞാൻ ഒന്ന് നോക്കാൻ കയറി പോവാ. ഞാൻ ഒന്നും നോക്കണില്ല. സ്കെൽട്ടനൊന്നും ഇങ്ങനെ അടിച്ചാൽ ഞാൻ അപ്പം തീരും. ഇതാണ്ട് സോംബിയൊക്കെ ഉണ്ട് അവിടെ. ഞാൻ പോട്ടെ, കയറി പെട്ടെന്ന് വരും. സ്കെൽട്ടനെ ഒന്ന് അടിച്ചിട്ടില്ല വിചാരിക്കണു. ഫൈനലി ഇവിടെ എത്തി. ഓക്കെ, ഇനി സേഫാ, എനിക്കാരും പോയിട്ടില്ല. അത് മൂടിയേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പണിയാക്കാം. നോട്ട് ബ്ലോക്ക്, ഓപ്പർ. ഓക്കെ, ഓപ്പർ ഇതാണ്ട് ഇവിടെ വയ്ക്കണം. അത് കഴിഞ്ഞ് നോട്ട് ബ്ലോക്ക് ഇവിടെ. ഇനി ഫെൻസ് ഇവിടെ വെച്ചു. അത് കഴിഞ്ഞ് ഓക്കെ, ഇതവിടെ അല്ലല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് ഇതാണ് വയ്ക്കേണ്ടത്. പ്ലഷർ പ്ലേറ്റാണ് ഇവിടെ വയ്ക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ടെമ്പററി ബ്ലോക്ക് അല്ലാതെ അവിടെ തന്നെ ഇരിക്കണം. ഒരു ബ്ലോക്ക് വെച്ചിട്ട് അവിടെ വുഡിൻ്റെ ബ്ലോക്ക് വയ്ക്കേണ്ടത്. പ്ലാങ്ക്സ് വയ്ക്കേണ്ടത്.
ഇനി ഇതിൻ്റെ മീത് ഇതാണ് ഇങ്ങനെ ഇത്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ഇനി ഇവിടെ വെള്ളം കൂടി ഇരിക്കണം, ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് ലോക്കാക്കണം. ഇനി പോയിട്ട് ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയിട്ട് വരട്ടെ. ഓക്കെ, ഫിഷിംഗ് റോഡ് ഉണ്ടാക്കി. ഇനി അങ്ങനെ ഫിഷ് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ട് ബ്ലോക്കിലേക്ക് നോക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അവിടെ റൈറ്റ് ക്ലിക്ക് അമർത്തി പിടിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ. ഇനി അത് ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ടി F3+T അമർത്തി മതി, അപ്പോൾ അത് തന്നെ ആയിക്കോളും. മൗസിൽ റൈറ്റ് ക്ലിക്ക് അമർത്തി പിടിച്ച് F3+T ആക്കിയത് പിന്നെ ഓട്ടോമാറ്റിക് ആവും. ഓക്കെ ഇനി അത് ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ല, തന്നെ ആയിക്കോളും. മാറിപ്പോയി. അത് പ്ലഷർ പ്ലേറ്റിക്കെല്ലാം നോക്കേണ്ടത് നിൽക്കുകയാണ്. ഓക്കെ ഇപ്പോൾ സെറ്റാണ്. ഇനി അത് ഞാൻ കുറച്ചേരം AFK നിൽക്കാം. ഇപ്പോൾ ഇത് തന്നെയാണ്, അവന് ഞാൻ ഒന്നും ചെയ്യില്ല. ഇനി ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാം. നിങ്ങൾ വീട്ടിൽ വേണ്ടി ഒരു ടൈം ലെൻസ് കണ്ടുപോവാ. ഓക്കെ, ഏകദേശം ഞാൻ ഒരു 1/4 മണിക്കൂറൊന്നും എന്തൊക്കെ കിട്ടി നോക്കാം. ഈ ചെസ്റ്റിനകത്തുണ്ട്. എൻ്റെ ഫിഷിംഗ് റോഡ് അടക്കി വെച്ച് പൊട്ടിപ്പോയി. എന്നിട്ട് ഞാൻ കുറേ നേരം വെറുതെ നിൽക്കുകയായിരുന്നു പൊട്ടിയതറിയാതെ. ഓക്കെ, എന്തൊക്കെ കിട്ടി നോക്കാം. ഒരു ഫിഷിംഗ് റോഡ് ഫുള്ള് യൂസ് ചെയ്തു. അയ്യേ, ഞാൻ കുറേ ബുക്കൊക്കെ പ്രതീക്ഷിച്ചു, എൻജോയ്മെൻറ്റ് ബുക്ക്. ഓക്കെ, ഇത് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അക്കൗണ്ട് പണിയുമ്പോൾ വിചാരിച്ചാണ് ഈ സാധനം ഇവിടെ വെച്ചിരുന്നെങ്കിൽ നൈസായിരുന്നു, പക്ഷേ എടുക്കാൻ കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചുള്ളൂ. ഇപ്പോൾ തന്നെ കിട്ടി. ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു ഒരു യൂസ് ഇല്ലാത്തതാണ്. ബോൺ മീൽ കിട്ടും, അത് വലിയ യൂസൊന്നുമില്ല, അത് വല്ലപ്പോഴും കിട്ടും. എനിക്ക് തോന്നുന്നു നല്ല എൻജോയ്മെൻ്റ് ഉണ്ട് ഫിഷിംഗ് റോഡിൽ. ലെക്കസ്റ്റ് പറഞ്ഞ എൻജോയ്മെൻ്റ് ഉണ്ട്. അത് കിട്ടാൻ നല്ല ബുക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കിട്ടണമെങ്കിൽ കുറേ ടൈം എടുക്കും. ഇതിപ്പോൾ തൽക്കാലം ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ യൂസ് ആക്കുക, അല്ലാതെ എൻജോയ്മെൻറ്റില്ലാതെ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തോടെ ഇത്രയുള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ കുറേ പ്രോഗ്രസ് ചെയ്തു. എൻ്റെ അടുത്ത വീഡിയോയിലാണ്. ഇന്നത്തെ വീടിൻ്റെ ലൈക്ക് ടാർഗറ്റ് 10 ലൈക്കാണ്, ഇതുവരെയ്ക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തോടെ ഇത്രയുള്ളൂ. ബൈ.